ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലീസിൻ്റെ സ്ക്വയർ എന്ന മോഡുലാർ ടൈപ്പ് സ്വിച്ചുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലേറ്റ് കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് എല്ലീസിൻ്റെയാണ് കമ്പനി വരുന്നത്. അതിൻ്റെ തന്നെ സ്ക്വയർ എന്ന് പറയുന്ന മോഡൽസ്, അതായത് പല സ്വിച്ചുകൾ കമ്പനികളിൽ തന്നെ പല മോഡൽസ് ഇറക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് സെലക്ട് ചെയ്യാം. ഇത് സ്ക്വയർ എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. സ്വിച്ചുകളുടെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് നമ്മുടെ സ്വിച്ച് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു പ്ലേറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ട്, അതായത് പ്ലേറ്റ് സ്വിച്ചുകൾ ഉറപ്പിക്കുന്ന പ്ലേറ്റ് ആണ് വരുന്നത്. അതിനുശേഷം സെപ്പറേറ്റ് എല്ലാ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വൈറ്റ് പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തരാം, അവസാനം ജസ്റ്റ് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്വിച്ച് കാര്യങ്ങൾ വരുന്നത്. സ്വിച്ചുകളെല്ലാം തന്നെ ഹൈലി സ്ട്രോങ് ആണ്. അതായത് ഇതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. ലോക്ക് സെൻറ്ററിൽ വരുന്ന ലോക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക് സിസ്റ്റം, ഈ സ്വിച്ചുകളുടെ ലോക്ക് സിസ്റ്റം കറക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പ്ലഗ് സോക്കറ്റോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജറോ കുത്തിയിട്ട് അല്ലെങ്കിൽ തേപ്പൂട്ടി അതുപോലുള്ള കാര്യങ്ങൾ കുത്തിയതിന് ശേഷം നമ്മൾ വലിച്ചു ഊരിയെടുക്കുന്ന സമയത്ത്, അതായത് അതിൽ നിന്നും പ്ലഗ് നമ്മൾ വയറ് പിടിക്കുന്ന സമയത്ത് ആ പ്ലഗ് ഉൾപ്പെടെ പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ കറക്റ്റ് ആവണം എന്നാണ്. ഒരു പ്രമുഖ കമ്പനിയുടെ ഇതുപോലെ തന്നെ ലോക്കുകൾ കംപ്ലീറ്റ് ഒടിഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം കാണുന്നുണ്ട്. അങ്ങനെയാണ് ആ കമ്പനിയുടെ തന്നെ നല്ലൊരു സ്വിച്ച്, വലിയ എമൗണ്ട് വരുന്ന സ്വിച്ച് തന്നെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. വേറൊന്നുമില്ല, നമുക്ക് ഒരു മോഡുലാർ ടൈപ്പ് സ്വിച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ട ലോക്ക് സിസ്റ്റമാണ്. ഹൈ ലോക്ക് ആയിരുന്നു വന്ന് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന സെപ്പറേറ്റ് വരുന്ന കവർ വരുന്നത്. ഒരു കവർ കൂടി അവസാനം എന്ന് പറഞ്ഞില്ലേ, ആ കവറാണ് ഈ വരുന്നത്. അതായത് ഫിനിഷിംഗ് സ്റ്റേജിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ 8 മോഡുകളാണ്. അവിടെ ഒരു സ്വിച്ച് കൂടി വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് അവിടെ കിടക്കുന്നത്. അപ്പോൾ 8 മോഡുകളുണ്ടെന്ന് പറയുമ്പോൾ ഒരു സ്വിച്ച് ഒരു മോഡ്യൂളാണ്. അപ്പോൾ ഒരു സ്വിച്ച് എന്ന് പറയുമ്പോൾ ഒരു മോഡ്യൂളാകുമ്പോൾ ഒരു പ്ലഗ് എന്ന് പറയുന്നത് 2 മോഡ്യൂളായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ 3 മോഡ്യൂളിൻ്റെ ബോക്സാണ് വന്നിരിക്കുന്നത്. അതായത് 3 മോഡ്യൂൾ എന്ന് വെച്ചാൽ ഒരു സ്വിച്ച് പിന്നെ ഒരു പ്ലഗ് സോക്കറ്റും കൂടി വരുമ്പോൾ അവിടെ നമുക്ക് സ്വിച്ച് ഒരു മോഡ്യൂളാകുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇരിക്കാനുള്ള സ്പേസാണ് ഒരു മോഡ്യൂൾ. അപ്പോൾ ഒരു പ്ലഗ് സോക്കറ്റ് ഇരിക്കുന്നത് 2 സ്വിച്ച് ഇരിക്കാനുള്ള ഗ്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 മോഡ്യൂളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നോക്കി അറിയാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ. ഇതും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പ്ലേറ്റ് കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കി അറിയാം 12 മോഡ്യൂളിൻ്റെയാണ് ഈ കാണുന്ന പ്ലേറ്റ്. അതായത് AC-യുടെ, മാസ്റ്ററിൻ്റെ, അതുപോലെ റെഗുലേറ്റർ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 12, അതായത് ബെഡ് സ്വിച്ചിൽ വരുന്നതാണ് മെയിനായിട്ട് വരുന്നത്. 2 2 വേ, ഒരു റെഗുലേറ്റർ, ഒരു മാസ്റ്റർ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് 18 മോഡ്യൂളാണ്. ഏറ്റവും വലിയ ടൈപ്പ് വരുന്നത് 18 മോഡ്യൂൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ 18 സ്വിച്ച് ഇരിക്കാവുന്ന. ഇത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ലിവിങ് ഏരിയയിൽ, നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ, ലിവിങ് ഏരിയയിലാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 18 മോഡ്യൂളിൻ്റെ സാധാരണ ആവശ്യം വരാറ്. ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് ഏരിയകളിലാണ്. അവിടെയാണ് നമ്മൾ ഈ 18 മോഡ്യൂൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലീസിൻ്റെ ഈ സ്ക്വയർ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതുമാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.